ഇൽമിന് മുമ്പേ അദബ് എന്നത് വലിയ ഒരു ധർമ്മമാണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തഅല്ലമുൽ അദബ ഖബ്ലൽ ഇൽം എന്ന് പറയുമായിരുന്നു. നിങ്ങൾ അദബാണ് പഠിക്കേണ്ടത്. കുറേ ഇൽമും റിവായത്തും ദിറായത്തും ഒക്കെ പഠിക്കുന്നതിൻ്റെ മുമ്പ്, ഇൽമിൻ്റെ മുമ്പ് അദബ് പഠിക്കണം എന്ന് പറയുമായിരുന്നു. അതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്തത്. ഉലമാഇനോട് നമുക്ക് ബാധ്യതയുണ്ട്, അവരോട് നമുക്ക് കടപ്പാടുണ്ട്. ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു കഴുതപ്പുറത്ത് കടന്നു വരുമ്പോൾ മഹാനവറുകളുടെ കഴുതയുടെ മൂക്കുകയർ, അതുപോലെ തന്നെ കാല് ചവിട്ടി താഴെ ഇറങ്ങാൻ ഒരു മയ്യത്ത് നിസ്കാരത്തിന് വരികയാണ്. അപ്പോൾ കാല് ചവിട്ടി ഇറങ്ങുന്ന ചവിട്ടുപടി, കഴുതപ്പുറത്തെ ആ ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ അതിൻ്റെ മൂക്കുകയർ പല റിവായത്തുകളിൽ പല രീതിയിൽ വന്നിട്ടുണ്ട്. അഖദ ബിരിഖാബിഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഇവിടെ തങ്ങളോട് അനുസ്മരിക്കുകയുണ്ടായി. ജിഫ്രി തങ്ങളവറുകൾ സ്വഹാബികളിൽ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ മഹാനവറുകൾ സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാത്തിബുൽ വഹയിൽ അറിയപ്പെടുന്ന മഹാൻ, ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബകളിലെ ഉലമാക്കളുടെ നിരയിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനെ പോലെ, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് തങ്ങളെ പോലെ സ്വഹാബികളിൽ ആലിമീങ്ങളിൽ അറിയപ്പെടുന്ന മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ കഴുതയുടെ മൂക്കുകയർ അല്ലെങ്കിൽ കാല് ചവിട്ടി വെക്കുന്ന ചവിട്ടി അത് കൈകൊണ്ട് പിടിച്ചു കൊടുക്കാൻ സയ്യിദായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. ആ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആലിമാണ്, ചെറുപ്പക്കാരനാണ്. തങ്ങൾ വഫാത്താകുമ്പോൾ തന്നെ 12-13 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. തങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അത്രയും ചെറിയ സ്വഹാബിയാണ്. എന്നാലോ മക്കാനത്ത് കൊണ്ട്, സ്ഥാനം കൊണ്ട് വലിയവരാണ്. അപ്പോൾ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു വേദന തോന്നി. റബ്ബേ, റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്ത് ഒരു തങ്ങള് ഞാൻ ചവിട്ടുന്ന ചവിട്ടുപടി കൈകൊണ്ട് പിടിക്കുകയോ? പറഞ്ഞു, ദഅനാ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്നവരെ, ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരപുത്ര, നിങ്ങൾ എൻ്റെ ഈ മൂക്ക് കയറും പിടിക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ഈ കൈ കൊണ്ട് ഞാൻ ചവിട്ടുന്ന സ്ഥലമൊന്നും പിടിച്ചു വെക്കരുത്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ മഹാനല്ലേ, നിങ്ങൾ സയ്യിദല്ലേ, തങ്ങളല്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. ഹക്കദാ ഉമിർനാ അൻ നഫ്അല ബിഉലമാഇനാ വകുബറാഇനാ, ഈ ഉമ്മത്തിലെ മഹാന്മാരായ ആലിമീങ്ങളോടും ഈ ഉമ്മത്തിലെ മഹത്തുക്കളായ ആളുകളോടും ഇങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആര് പറയാ? സയ്യിദായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അത് പറഞ്ഞപ്പോഴാണ് നേരെ കഴുതപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങിയിട്ട് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചു മുത്തിയിട്ട് പറഞ്ഞു, ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ കാണുമ്പോൾ അവരുടെ കൈ പിടിച്ചു മുത്തണമെന്ന് ഞങ്ങളോടും ആഹ്വാനമുണ്ട്. സയ്യിദന്മാരോട് നബി തങ്ങളുടെ ആഹ്വാനം, നിങ്ങൾ ആലിമീങ്ങളെ ബഹുമാനിക്കണം. ആലിമീങ്ങളോട് നബി ഹബീബിന്റെ ആഹ്വാനം, നിങ്ങൾ സയ്യിദന്മാരെ ആദരിക്കണം. ആ ഒരു കൈപിടിച്ച് മുത്തിയിട്ട് ആദരിക്കുന്ന ഒരു രീതി, അത് ഉമ്മത്തിൻ്റെ ഈ മുൻ തലമുറകളിൽ നിന്ന് ഉമ്മത്ത് കണ്ടുപഠിച്ചൊരു നന്മയാണ്. അതൊരുപാട് വിഷയങ്ങളിൽ കൈപിടിച്ച് മുത്താൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ വെറുതെ ഒരു അനാവശ്യമായ ചർച്ചയൊക്കെ വെറുതെ നടക്കുന്നുണ്ട്. കൈപിടിച്ച് മുത്തൽ ഉമ്മത്തിൻ്റെ സുന്നത്താണ്, മുസ്തഹബാണ്. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഹദീസ് വിവരിച്ചുകൊണ്ട് അത് മശ്റൂഉൻ മുസ്തഹബുൻ, സുന്നത്തായ കാര്യമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഇമാം നബി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. അത്രയും പുണ്യമാണ്. വഫദു അബ്ദുൽ ഖൈസ് അവർ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഫഅഖ്ബൽനാ മിൻ റവാഹിലിനാ നുഖബ്ബിലു യദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ മുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചെന്നത് എന്ന് സ്വഹീഹായ ഇമാം തുർമുദി തങ്ങൾ, ഇമാം ഹാക്കിം എന്നവർ, ഇമാം നസായി തങ്ങളുടെ ഒക്കെ ഹദീസിൽ കാണാൻ കഴിയും. മുസ്തദ്റക്കിലൊക്കെ വരുന്ന ഹദീസാണത്. ഞങ്ങൾ ഹബീബിന്റെ കൈ മുത്തിയിട്ടുണ്ട്. ഒരു പറ്റം ജൂതന്മാർ ഹബീബിനെ വന്ന് കാണുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളെ കണ്ടിട്ട് നബി തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചിട്ട് സന്തോഷത്തോടെ അവർ തിരിച്ചു പോകുമ്പോൾ ഫഖബ്ബലു യദഹു വരിജ്ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ കാലും കൈയും മുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ അതിനെ എതിർത്തിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കൈമുത്തരുത് എന്നല്ല പറയുന്നത്. കൈമുത്തൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചിട്ട് നമ്മുടെ പുത്തൻവാദികളൊക്കെ കൈമുത്താൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് വെറുതെ ഒരു ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്.
അത് കാര്യം എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കൈമുത്തൽ സംസ്കാരം എങ്ങനെ കൈമുത്തിയിട്ട് അത് മാർക്കറ്റിംഗ് ചെയ്യുക, അതിന് നിന്നുകൊടുക്കുക. വലിയ ആളുകളായിട്ട് കൂടെ വരുന്ന ആളുകളൊക്കും കൈമുത്തുന്ന ആളുകളോ ചെറിയവരോ തങ്ങളെക്കാൾ താഴെ ഉള്ളവരോ ആണെന്ന ഭാവത്തിൽ ഒരു തരത്തിലുള്ള തഅല്ലി, ഒരു തരത്തിലുള്ള തകബ്ബുർ, തസ്കിയത്തുൻ നഫ്സ്, ഈ രീതിയിൽ പെരുമാറുന്ന ചില ദുശ്ശീലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് പാടില്ലെന്നാണ് നമ്മൾ പറയുന്നത്. കൈമുത്താൻ പാടില്ല എന്നല്ല, കൈമുത്തൽ നമ്മുടെ ബാധ്യതയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാം എന്ന് വരുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് ഉമർ എന്ന ഫഖബ്ബല യദ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈമുത്തിയിട്ടുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന ഇബ്നു അബ്ബാസ് തങ്ങളുടെ കൈമുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ കൈമുത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ തങ്ങളുടെ കൈമുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സ്വഹാബികൾ ചെയ്തതാണ്. ആ പാരമ്പര്യം ആലിമീങ്ങളോടും സയ്യിദന്മാരോടും നമ്മൾ കാണിക്കേണ്ടവരാണ്. പക്ഷേ എങ്ങാനും അങ്ങനെ ഒരു അവസരത്തിലേക്ക് ഒരു ആലിമോ ഒരു സയ്യിദോ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇടപെടുമ്പോൾ ഒരിക്കലും അവരുടെ മനസ്സുകളിൽ ഞങ്ങൾ വലിയവരാണെന്ന് തോന്നിക്കൂടാ എന്ന ഒരു ആശയത്തെ മാത്രമാണ് ഞാനവിടെ ഹൈലൈറ്റ് ചെയ്തത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് വളരെ പരിതാപകരമാണ്. കാര്യം മനസ്സിലാക്കാണ്ട് വെറുതെ പറഞ്ഞൊരു സംഭവം. ഇത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. അതുണ്ടാക്കി നമ്മൾ സയ്യിദ് ഇബ്നു ജോർജ് ഞാൻ നേരെ വിളിച്ചിരുന്നു. അല്ലതിപ്പോൾ ക്ലിപ്പാക്കി വിട്ടിട്ടില്ല എന്ന് മാത്രം. ഞാൻ നേരിട്ട് വിളിച്ചു ഇന്നലെ. നിങ്ങൾ എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. വാവാട് ഉസ്താദിൻ്റെ ഞാൻ കൈമുത്തുന്നൊരു ഫോട്ടോ വെച്ചിട്ട് അവൻ ചെയ്തത്. ഞാൻ പറഞ്ഞു വാവാട് ഉസ്താദ് ആരെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഉസ്താദിലൂടെ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഇത്തരം വിജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൻ്റെ നിറകുടങ്ങൾ ഈ ഉമ്മത്തിലുണ്ട്. എന്താണ് കൈമുത്തതിൻ്റെ മസാല എന്ന് പഠിക്കാതെ എന്താ ഞാൻ പറഞ്ഞത് എന്നറിയാതെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുകയും ഖീല വഖാലകൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇന്നല്ലാഹു റളിയ ലക്കും സലാസൻ വകരിഹ ലക്കും സലാസൻ, നിബിതങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത 3 ഖീല വഖാൽ വകസറത സുആൽ വഇളാഅൽ മാൽ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു ഉലമാഇന്റെ കൂടെ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ ആലിമീങ്ങൾക്ക് മുഴുവനും സയ്യിദായ ഒരു ആലിമുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാന അത് സ്വഹാബിയാണ്. 33-34 വയസ്സ്. ഇബ്നു കസീർ തങ്ങളെ പോലെയുള്ള ആളുകൾ 33, ദഹബിയെ പോലെയുള്ള ആളുകൾ 34 എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം. 34 മാക്സിമം. 34ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയായ ഒരു നേതാവുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എൻ്റെ മരണശേഷം ഖിലാഫത്ത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ തർശീഹ് ചെയ്യാണ്, ഞാനൊരു നോമിനേഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മരണശേഷം ഇന്നാളെ നിങ്ങൾ ഖലീഫയാക്കണമെന്ന് പറയാൻ എനിക്ക് പറ്റുമായിരുന്നുവെങ്കിൽ അത് ഒരാളാണ്. അത് മഹാനായ മുആദ് ഇബ്നു ജബലാണ് റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വലൗ സഅലനില്ലാഹ്, അല്ലാഹു നാളെ എന്നോട് ചോദിച്ചു എന്നിരിക്കട്ടെ, എന്തുകൊണ്ട് ഉമറേ നിങ്ങൾ മുആദ് ഇബ്നു ജബലിനെ നിങ്ങൾ ഖലീഫയായി പ്രഖ്യാപിച്ചു എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഫഇന്നി സമിഅ്തു റസൂലക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ നിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, മുആദുൻ യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എല്ലാ പണ്ഡിതന്മാരും സ്വർഗ്ഗത്തിലെത്തുന്നതിൻ്റെ എത്രയോ മുമ്പ് സ്വർഗ്ഗത്തിലെത്തുകയും ഹുവ സയ്യിദുൽ ഉലമാഇ വഖായിദുഹും ഇലൽ ജന്ന, ആലിമീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആലിമീങ്ങളുടെ സയ്യിദും നേതാവും മുആദ് ഇബ്നു ജബലാണെന്ന് നിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹുവേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുക എന്ന് ഞാൻ റബ്ബിനോട് പറയുമായിരുന്നു എന്നൊക്കെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഒരു ആലിമാണ് ലോകത്തെ എല്ലാ ആലിമീങ്ങളുടെയും നേതാവ്. പക്ഷേ പ്രായം കൊണ്ട് വളരെ ചെറുതാണ്. 34 വയസ്സിൽ മരിച്ചു മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ കൂടെ ഇസ്ലാമിലേക്ക് വരുന്നത് 18ാമത്തെ വയസ്സിലാണ്. 18 മുതൽ 34 വരെ എത്ര കുറഞ്ഞ കൊല്ലമേ ഉള്ളൂ? എത്ര കുറഞ്ഞ കൊല്ലം? ഒരു 16 വർഷത്തെ സമയം ഏകദേശം, അല്ലേ? ഒരു 16 വർഷം. ആ 16 വർഷം കൊണ്ടാണ് സയ്യിദുൽ ഉലമാഇ വഖായിദുഹും ഇലൽ ജന്ന, ആലിമീങ്ങളുടെ മുഴുവനും നേതാവും ആലിമീങ്ങളുടെ കൈപിടിച്ച് എല്ലാ ആലിമീങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സ്വഹാബിയാണ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിൽ ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ നബി തങ്ങൾ എടുത്തു പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ റളിയല്ലാഹു അൻഹു. മഹാനായ ജിഫ്രി തങ്ങൾ പറഞ്ഞില്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു ക്വാളിറ്റി അതാണ്. തങ്ങൾ ഓരോരുത്തരുടെയും നന്മ തങ്ങൾ മനസ്സിലാക്കും. ഓരോരുത്തർക്കും ആവശ്യമാണ് എന്ന് പറയും.
ഓരോന്നിനും കഴിവുള്ള ആളുകളെയാണ് അത് ഏൽപ്പിക്കേണ്ടത്. തങ്ങൾ പറഞ്ഞു, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, എൻ്റെ ഉമ്മത്തിൽ എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇത്രക്ക് കർക്കശമായ നിലപാടെടുക്കുന്ന ഒരാൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ അതിശക്തമായ കാഴ്ചപ്പാടുള്ള ആൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. പിന്നെ പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, വഅഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം മുആദ് ഇബ്നു ജബൽ, എൻ്റെ ഉമ്മത്തിൽ ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഇൽമ് ഏറ്റവും കിട്ടിയത് നമ്മൾ ഈ പറഞ്ഞ ആലിമീങ്ങളുടെ നേതാവ്, പണ്ഡിതരിൽ മുമ്പേ നടന്ന പണ്ഡിതൻ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. വഅമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, എൻ്റെ ഉമ്മത്തിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ചെറുപ്പക്കാരൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ജബലുൻ മിൻ ജിബാലിൽ ഉമ്മ, ജബൽ എന്ന് പറഞ്ഞാൽ തന്നെ പർവ്വതമാണ്. മുആദ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം കിട്ടിയവർ എന്നാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 18 വയസ്സുള്ളപ്പോൾ, ഒരു ചെറുപ്പക്കാരൻ്റെ പ്രായം, അസ്ർ നിസ്കാരം സ്വല്ലൈനൽ അസ്റ മഅ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ശബ്ബക അസ്വാബിഅഹു ബി അസ്വാബിഇ, നബി തങ്ങൾ അവിടുത്തെ കൈവിരലിൻ്റെ കൈവിരലിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന് കരച്ചിൽ വന്ന് ഹബീബ പറഞ്ഞപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. അപ്പം നബി തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് നിങ്ങളോടും ഇഷ്ടമാണ് നബിയെ. ഇത് രണ്ടുപേരും ആ സ്നേഹം പങ്കുവെച്ചപ്പോൾ ഹബീബ് പറഞ്ഞു, ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. മുആദേ, അതുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു തരട്ടെ, ഏത് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഈ ദുആ ഇറക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നിനക്ക് ശരിയായ ഇബാദത്ത് ചെയ്യാനും നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ ഓർത്ത് ജീവിക്കുവാനും എനിക്ക് തൗഫീഖ് നൽകണമേ എന്നെപ്പോഴും ദുആ ഇറക്കണേ മുആദേ, മറന്നു പോവല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയിൽ നിന്ന് വലിയ ഇൽമു കിട്ടിയ മഹാൻ മുആദ് ഇബ്നു ജബൽ എന്നവർ കഥ പറയുന്നുണ്ട്. ഞങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ്. തബൂക്കിലേക്ക് പോകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരാളോട് അടുത്തിടപഴകാൻ സമയം കിട്ടും. അവരൊക്കെ ഹബീബായ നബി തങ്ങളോട് തങ്ങളുടെ ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്തെങ്കിലും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അന്ന് തബൂക്കിലേക്ക് പോകുന്ന യാത്രയിൽ നബി തങ്ങൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പം ഹബീബിൻ്റെ കൂടെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, സ്വഹാബിമാർ അബൂ ഉബൈദ ഉണ്ട്, അബൂ ഖതാദ ഉണ്ട്. അബൂ ഖതാദത്തുൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഖതാദ തങ്ങൾ ഹബീബിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ വയ്യ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ കൂടെ രാത്രി ചെലവഴിക്കുന്ന സന്തോഷത്തിലാണ്. ഒട്ടകപ്പുറത്ത് നബി തങ്ങൾ ഇരിക്കുന്നു. തങ്ങൾ മെല്ലെ ഒന്ന് തൂങ്ങിയുറങ്ങി. ഒട്ടകപ്പുറത്ത് വീഴുമോ എന്ന് തോന്നിയപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ തടവി കൊടുത്തു, നബിയെ അങ്ങ് വീണു പോവരുത്. നബി തങ്ങൾ വീണ്ടും ഒരൽപ്പം ഉറങ്ങി. മുത്തനബി തങ്ങൾ ഒട്ടകപ്പുറത്ത് വീഴുമോ എന്ന് തോന്നുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കൈകൊണ്ട് ചെന്നിട്ടൊരു താങ്ങ് കൊടുത്തു നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ തവണയും നബി തങ്ങൾ ഒന്ന് ശരിക്കുമെന്ന് ഉറങ്ങി. നബി തങ്ങൾ വീഴാൻ പോവുകയാണ്. ഫഇന്നഹു തനാമു ഐനായ വലാ യനാമു ഖൽബി, അമ്പിയാക്കന്മാരുടെ കണ്ണുകളെ ഉറങ്ങൂ, അവരുടെ ഖൽബ് ഉറങ്ങുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വീഴാൻ പോകുമ്പോൾ മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് നബിയെ താങ്ങി പിടിച്ചു. മൻ, ആരാണിത് എന്ന് ചോദിച്ചു നബി തങ്ങൾ. ഇരുട്ടിലാണ്, രാത്രിയിലാണ്. അബൂ ഖതാദയാണ് നബിയെ. ഹഫിളകല്ലാഹ് കമാ ഹഫിൾത നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിച്ച പോലെ അല്ലാഹു നാളെ നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്തു. നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിച്ചില്ലേ, നബി തങ്ങളെ സംരക്ഷിച്ചില്ലേ, അതുപോലെ അല്ലാഹു നിങ്ങളെ അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു രക്ഷിക്കട്ടെ. മഹാന്മാർ പറയാണ്, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ തലമുറയും അവരുടെ പേരക്കുട്ടികളുമുള്ള കാലം ഒരുപാട് ഫിത്നകൾ ഉണ്ടായിട്ട് ഖർനുസാനി 2-ാം നൂറ്റാണ്ടിലേക്ക് കടന്നിട്ടും ആ കുടുംബത്തിന് മാത്രം ഒരു ഫിത്നയും ഉണ്ടായില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ ചെയ്ത ദുആയാണ്, അല്ലാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ സഹായിച്ചില്ലേ, നബി തങ്ങൾ വീഴാറായപ്പോൾ നിങ്ങൾ താങ്ങി നിർത്തിയില്ലേ, ഹഫിളകല്ലാഹ് കമാ ഹഫിൾത നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആക്ക് കിട്ടിയപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ പോന്നു. അടുത്തൊരാൾക്ക് ചാൻസ് കൊടുക്കണം. അങ്ങനെയാണ്
മദീനത്തെ റൗദയിലൊക്കെ ചെന്നാൽ കിട്ടിയവർ മണിക്കൂറോടെ ഇരിക്കും. അങ്ങനെയല്ല, എത്രയോ മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊരു ഒരു ആയുസ്സിൻ്റെ അഭിലാഷമായി റൗദയിലേക്ക് വരിക. അവിടെ നിസ്കരിച്ച് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അടുത്ത എഴുന്നേറ്റ് കൊടുക്കുക. നിങ്ങളിരുന്ന് ദുആയിരക്കുന്നതിനേക്കാളും കൂലി അടുത്ത മുസ്ലിമിന് കൊടുക്കലാണ് അവസരം, അല്ലേ? അബൂ ഖതാദ തങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ചെന്നു മഹാനായ നമ്മുടെ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കാൻ പോവാ. ഹബീബിനോട് ദുനിയാവ് ചോദിച്ചാൽ ദുനിയാവ് കിട്ടും. പൈസ വേണം നബിയെ, ദുആയിരക്കണം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടും. ഇബ്നു ജമീൽ എന്ന് പറയുന്ന ഒരാൾ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികളിൽ ഉണ്ടായിരുന്നു. നബി തങ്ങളോട് പൈസ വേണമെന്ന് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. പിന്നെ ആൾ നിസ്കാരത്തിന് വരാണ്ടയായി, ജമാഅത്തിന് കാണാണ്ടയായി, ജുമുഅക്ക് വരാതെയായി, സക്കാത്തും കൊടുക്കാതെയായി. അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് നബി തങ്ങളുടെ വെറുപ്പ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ടു എന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു സക്കാത്തിൻ്റെ വിഷയത്തിൽ ഹബീബായ നബി തങ്ങളോട് ആരൊക്കെ തന്നു, ആരൊക്കെ മുടക്ക് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ നബിയെ അമ്മുക വഖാലിദുൻ വബ്നു ജമീൽ, അങ്ങയുടെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹുവിന് സക്കാത്ത് തന്നിട്ടില്ല, പിന്നെ ഖാലിദ് റളിയല്ലാഹുവിന് തന്നിട്ടില്ല, പിന്നെ ഇബ്നു ജമീലും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. തങ്ങൾ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, ഒരാളുടെ അമ്മ എന്ന് പറയുന്നത് സിൻവു അബീ, അത് വാപ്പ തന്നെയല്ലേ? അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വാപ്പയുടെ സഹോദരനല്ലേ? എൻ്റെ വാപ്പയുടെ സഹോദരൻ തരാത്തത് ഞാൻ തരൂലേ? അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ സഹോദരനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രതിയാക്കി നിർത്തരുത് ഉമറേ. പിന്നെ ഖാലിദ് എന്നവർ വഅൻതും തദ്ലിമൂന ഖാലിദൻ, ഖാലിദ് എന്നവരോട് നിങ്ങൾ ദുൽമ ചെയ്യാണല്ലേ? എങ്ങനെയാണ് ഖാലിദ് എന്നവരെ സക്കാത്ത് തരിക? അവരുടെ എല്ലാ സമ്പത്തും 100 വാളുകൾ തൂക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മുഴുവൻ, ഇതിലേറെ വാളുകൾ ഇസ്ലാമിനെതിരെ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്, എന്നാൽ ഇനി മുതൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ്. ഒരു വലിയ ആല നിറയെ കുതിരകൾ, ഇത് മുഴുവൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിലാണ്. യർമൂക്കിൽ 10 വാളുകളാണ് പൊട്ടിയത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ. അള്ളാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച ഒരാൾക്ക് പിന്നെ എന്ത് സക്കാത്ത് കൊടുക്കാനാ ഉമറേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ. പിന്നെ പറഞ്ഞു അമ്മ ഇബ്നു ജമീൽ, ഇബ്നു ജമീലിൻ്റെ കാര്യം എന്നോട് വന്ന് ദാരിദ്ര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇബ്നു ജമീലെ വേണ്ട, ഞാൻ ദ്വാരക്കുന്നില്ല. വേണം നബിയെ, ഫഅലഹ അലൻ നബി, തങ്ങൾ ദ്വാരക്കണം, എനിക്ക് പൈസ വേണം. തങ്ങൾ പറഞ്ഞു, വേണ്ട ഇബ്നു ജമീലെ, ഇത് ഫിത്നയാണ്, ഇത് പരീക്ഷണമാണ്, നബിയെ നിങ്ങളൊന്ന് ദ്വാരന്ന് തരീൻ. തങ്ങൾ ദുആ ചെയ്ത് അല്ലാഹുമ്മ കസ്സിർ മാല, പടച്ചവനെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്ക്. അങ്ങോട്ട് വർദ്ധിച്ചു. ഒരുപാട് ആടുകളും കച്ചവടമൊക്കെയായി. പിന്നെ നിസ്കാരം പോയി, ജമാഅത്ത് പോയി, ജുമുഅക്ക് വരാണ്ടയായി, സക്കാത്തും കൊടുക്കാണ്ടയായി. അങ്ങനെ ഹബീബിൻ്റെ ദേഷ്യം കിട്ടി മരിച്ചുപോയ ഒരാൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഹബീബായ നബിയോട് മുആദ് ഇബ്നു ജബൽ എന്ന സ്വഹാബിക്ക് പലതും ചോദിക്കാം, ചെറുപ്പക്കാരനാണ്. പക്ഷേ മുആദ് ഇബ്നു ജബൽ ഞങ്ങൾ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലിംനി അമലൻ യുഖർരിബുനി മിനൽ ജന്നതി വയുബാഇദുനി മിനൻ നാർ. നബിയേ, ഈ രാത്രിയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്വർഗത്തിലേക്ക് അടുക്കാനും നരകത്തിൽ നിന്ന് അകന്നു പോകാനുമുള്ള ഒരു അമല് അങ്ങ് പറഞ്ഞു തരൂ നബിയേ. എനിക്കൊരു അമല് പറഞ്ഞു തരൂ. സ്വർഗത്തിലേക്ക് എത്തണം, സ്വർഗത്തിലേക്ക് അടുക്കണം, നരകത്തിൽ നിന്ന് അകന്നു പോകണം, ഒരു അമല് പറഞ്ഞു തരൂ. ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. അതൊരു ഫഖീഹിൻ്റെ, ഒരു ആലിമിൻ്റെ ചിന്തയിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. സ്വർഗത്തിലേക്ക് എത്താൻ എന്താണ് വഴി എന്നത്. അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നു, മുആദേ ലഖദ് സഅൽത അൻ അദീം വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്റഹുല്ലാഹ്. ഇത് വല്ലാത്തൊരു ചോദ്യമാണ് മുആദേ നിങ്ങൾ ചോദിച്ചത്. സ്വർഗത്തിലേക്ക് എത്താനും നരകത്തിൽ നിന്ന് അകലാനും പറ്റിയ ഒരു അമൽ പറഞ്ഞു തരണേ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ദീർഘമായൊരു ഹദീസാണിത്. 5 ഇസ്ലാം കാര്യങ്ങളും പറഞ്ഞു. തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ തുഖീമുസ് സ്വലാ വ തസൂമു റമളാൻ വ തുഅ്തിയ സക്കാ വ തഹജ്ജൽ ബൈത്ത്. എല്ലാം പറഞ്ഞു കൊടുത്തു. ഓരോന്നായിട്ട് നന്മയുടെ ഓരോ വാതിലുകളും ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അസ്സൗമു ജുന്ന, നോമ്പെന്നതൊരു കവചമാണ്. വസ്വദഖ, നമ്മുടെ ദാനധർമ്മം തെറ്റുകളെ കരിച്ചു കളയും. അങ്ങനെ ഓരോന്ന് അവസാനം പറഞ്ഞു, മുആദേ ഇതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനമുണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ. അലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലി ഖാല ബലാ യാ റസൂലല്ലാഹ്. ഈ എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം കുഫ് അലൈക ലിസാനക്, നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കണേ മുആദേ, അത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നബിയെ അവനുഹാസബു അലാ മാ നഖൂൽ, നബിയെ
നമ്മൾ സംസാരിക്കുന്ന നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുമോ? മനുഷ്യരുടെ നാവുകൊണ്ട് പറ്റിയ വിനകൾ കൊണ്ടല്ലാതെ, നാവുകൊണ്ട് സംഭവിച്ച അബദ്ധങ്ങൾ കൊണ്ടല്ലാതെ, നാവുകൊണ്ട് മനുഷ്യൻ വരുത്തിവെച്ച പാപങ്ങൾ കൊണ്ടല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് നരകത്തിലേക്ക് ആളുകൾ പോകുന്നത് എന്നൊക്കെ നിബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് തബൂക്കിലേക്കുള്ള യാത്രയിൽ ഒറ്റക്ക് നിബിതങ്ങൾ കിട്ടിയ നേരത്താണ്. അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആലിമീങ്ങളിൽ ദാനശീലമുള്ള ഒരു ആലിമാൻ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു. അസ്ഖന്നാസ് ഫിൽ അൻസാർ ബഅദ സഅദ് ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ അൻസ്വാരികളിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ഉണ്ടായിരുന്ന മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. ചെറുപ്പക്കാരനാണ്. ഒരു ആലിമിന് കിട്ടേണ്ട എല്ലാ ഗുണഗണങ്ങളും അതിലുണ്ട്. ഉസ്താദ് ഇവിടുന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടൊരു പൈസ സംഭാവന തിരിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. നമ്മുടെ കണ്ണിന് ഖുർറത്തു ഐനുകളാണ്. അള്ളാഹു നമ്മുടെ ആലിമീങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരുടെ ഇബാദത്തുകൾ, അവരുടെ അമലുകളും അള്ളാഹു ഖബൂലാക്കി തരട്ടെ. അവരുടെ തണലി ഉമ്മത്തിന് അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്ഖന്നാസ് മിനൽ അൻസാർ ബഅദ സഅദ് ബിൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് സഅദ് ബിൻ മുആദ് എന്നവർ കഴിഞ്ഞാൽ ആ മഹാനായ സ്വഹാബി 5 കൊല്ലം കൊണ്ട് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ അർശ് വിറച്ച മഹാനാണ്. 5 കൊല്ലമേ ഹബീബിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് വമഹ്തസ്സ അർശുല്ലാഹി മിൻ അജലി ഹാലികിൻ സമിഅനാ ബിഹി ഇല്ലാ ലി സഅദിൻ അബി അംരി എന്ന് പറഞ്ഞ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു. വലിയ മഹാനായിരുന്നു. സ്വഹാബികളിൽ നബിതങ്ങൾക്ക് വേണ്ടി ചെമ്പ് നിറയെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. മുആദ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ഉണ്ടായിരുന്ന സ്വഹാബി. കയ്യിൽ അല ഖിഫ്ഫത്തി യദൈ, കയ്യിലൊന്നുമില്ല. സ്വഹാബികളൊക്കെ പള്ളി കഴിഞ്ഞാൽ ഹബീബിൻ്റെ അതിഥികളിൽ നിന്ന് ഒരാളെ 2 ആളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുആദ് എന്നവർ 60 ആളെ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് കടം വന്നപ്പോൾ ഫഹജറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംവാലഹു, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വന്നപ്പോൾ നബിതങ്ങൾ മഹാനായ മുആദ് എന്നവരുടെ സമ്പത്ത് ഫ്രീസ് ചെയ്തു. മുആദേ, ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി മുതൽ നിങ്ങളുടെ ഈ ആതിഥ്യം നിർത്തിവെക്കണം, കാരണം കടം കൂടാണ്. മുആദ് റളിയല്ലാഹുവിൻ്റെ സമ്പത്ത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കുമേൽ എന്നിട്ട് നബി തങ്ങൾ യമനിലേക്ക് പറഞ്ഞയക്കുന്നത് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. മുആദേ, യമനിലേക്ക് പോവുകയാണ്. അവർ അഹ്ലു കിതാബികളാണ്. അവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. അവർക്ക് സമ്പത്ത്, ഒരു ധൈര്യമുള്ള കൈക്കരുത്തുള്ള ആളെയല്ല വേണ്ടത്, അവർക്ക് ഹലാലും ഹറാമും പഠിപ്പിക്കുന്ന ആളെയാണ് വേണ്ടത്. അതുകൊണ്ട് മുആദേ, നിങ്ങളാണെന്ന് പോകേണ്ടത് എന്ന് യാത്ര അയക്കുമ്പോൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുആദേ ലഅല്ലക ലാ തറാനി ബഅദ മൗഖിഫി ഹാദാ. നബി തങ്ങൾ പറയാണ്, മുആദേ, നിങ്ങൾ യമനിലേക്ക് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരിക്കൽ നമ്മൾ 2 പേർക്കും കണ്ടുമുട്ടാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ മുആദേ. നിങ്ങൾ മദീനയിലേക്ക് വരുമ്പോഴേക്കും ഞാനൊരു പക്ഷേ മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഫബക മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് എന്നവർ കരഞ്ഞു. തങ്ങൾ പറഞ്ഞു, യാ മുആദ് ലാ തബ്കി ഇന്നൽ ബുകാഅ മിനശ് ശൈത്വാൻ. മുആദേ, ഈ കരച്ചിൽ വേണ്ട കേട്ടോ, അത് പിശാചിനെ സഹായിച്ചേക്കും. അതുകൊണ്ട് നിങ്ങൾ കരയണ്ട, നിങ്ങൾ ദീനിന് വേണ്ടി പോവല്ലേ, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ ഉദ്കുരില്ലാഹ ഇൻദ കുല്ലി ഹജറിൻ വവബരിൻ വഹജരിൻ വഷജരിൻ, എല്ലാ കല്ല്, കാടുകൾ, ചെടികൾ, പാറകൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ദിക്റ് ചൊല്ലേണമേ എന്ന് മഹാനായ നബി തങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. യമനിലെ ജന്ദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദഅവത്തിന് പോയ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല. ആദ്യകാലം ഹബീബിനോട് കൂടെയുള്ള ആ കാലത്ത് മഹാനവറുകൾ യമനിലാണ്. അത് കഴിഞ്ഞ് ഹബീബായ തങ്ങൾ വഫാത്തായെന്ന് വിവരം കിട്ടുന്നു. അപ്പോൾ മുആദ് എന്ന് ഓർത്തുപോയി, റബ്ബേ, എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടുമുട്ടില്ലായിരിക്കും മുആദേ. ആ മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. യമനിൽ ചെന്നപ്പോൾ മുആദ് എന്നവർ കച്ചവടം നടത്തിയിട്ട് ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളും ആടുകളൊക്കെ ഉണ്ട്. ആ ആടുകളെയും തെളിച്ചുകൊണ്ട് ഒരുപാട് പൈസയുമായിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നത്. ഇവിടെയാണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഉമ്മത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഈ ഉമ്മത്തിൻ്റെ വീക്ഷണ രീതികൾ സ്വഹാബികൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോഴേ പറഞ്ഞു, അബൂബക്കർ തങ്ങളോട്, അബൂബക്കറേ, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫേ, അബഅസ്തു മുആദൻ താജിറൻ ഔ മുഅല്ലിമൻ, നിങ്ങൾ മുആദ് എന്നവരെ മുഅല്ലിമായിട്ടാണോ പറഞ്ഞയച്ചത്, അല്ല കച്ചവടക്കാരനായിട്ടാണോ പറഞ്ഞയച്ചത്? ഒരാൾക്ക് കച്ചവടം ചെയ്യാം, ഹലാലാണ്.
ഉസ്താദന്മാർക്കും കച്ചവടം ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. എത്രയോ ആലിമീങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ടല്ലേ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കച്ചവടം ചെയ്തു, സത്യസന്ധത കൊണ്ട് കച്ചവടം പൊളിഞ്ഞു, അങ്ങനെയല്ലേ ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് ശറഇന്റെ അംഗീകാരത്തിലായി, അതൊരു ഉമ്മത്തിൻ്റെ പൈസയാവരുത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ, മുആദ് വരുമ്പോൾ പൈസ ഉണ്ടല്ലോ കയ്യിൽ, ഒരു ആലിമായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഇങ്ങനെ പൈസ കണ്ടാൽ അത് എവിടെ നിന്നാണെന്ന് ചോദിക്കണം. അബൂബക്കറെ, മുആദ് എന്നവരെ ചോദ്യം ചെയ്യണം. ആ പൈസയുടെ പകുതിയെങ്കിലും ബൈത്തുൽ മാലിലേക്ക് കൊടുത്തേക്കണം. കാരണം ഇത് മുആദിന് എവിടെ നിന്ന് കിട്ടി? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താജർതുഹു, ഞാൻ കച്ചവടം ചെയ്തതാണ്, ഇത് എൻ്റെ പൈസയാണ്. ഹഖായിട്ട് മുആദ് റളിയല്ലാഹു അൻഹു അദ്റാ ബിൽ ഹലാലി വൽ ഹറാം, ഈ ഉമ്മത്തിൽ ഹലാലും ഹറാമും ഇത്രമേൽ അറിയുന്ന ആളെന്ന് നിബിധങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാ. അങ്ങനത്തെ ഒരാൾ മോഷ്ടിക്കൂല, അങ്ങനത്തെ ആൾ തട്ടിപ്പ് നടത്തൂല, സ്വഹാബികൾക്കറിയാം. എന്നാലും ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷ്മത കൊണ്ട് പറഞ്ഞു, മുആദേ, എന്തെങ്കിലും ഉമ്മത്തിൻ്റെ ബൈത്തുൽ മാലിൽ നിങ്ങളുടെ കയ്യിലേക്ക് കൈപ്പറ്റി പോയിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾ കൊടുത്തേക്കിൻ, അത് ദീനിന് കൊടുക്കട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, ഞാനത് വാങ്ങിക്കൂല. മുആദ് അങ്ങനെ ചെയ്യേ, മുആദ് അദ്റാ ബിൽ ഹലാലി വൽ ഹറാം, അത് ഏറ്റവും വലിയൊരു പണ്ഡിതനെ കുറിച്ച്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, മുആദിൻ്റെ സമ്പത്ത് സൂക്ഷ്മമായും പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത് നമ്മുടെ നാട്ടിലില്ലാത്ത പരിപാടിയാണ്. നമ്മൾ ആലോചിക്കണം, സ്വഹാബത്തിൻ്റെ കാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളെ സ്വഹാബിമാർ നേരിടുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു യജറുഹു ബിതലാബീബി സൗബിഹി മിനൻ നാർ, മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വസ്ത്രം പിടിച്ചിട്ട് ഉമർ എന്നവർ വലിക്കുകയാണ്, നരകത്തിൽ നിന്ന് വലിക്കുകയാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഞെട്ടിയുണർന്നു. രാവിലെ ഓടിച്ചെന്നു ഉമർ തങ്ങളുടെ മുമ്പിലേക്ക്. നിസ്കാരത്തിന് ഇമാമാണ് ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, മഹാനായ ഖലീഫത്തു റസൂലില്ലാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖലീഫമാരാണ് ഇമാം നിൽക്കുക. ഉമർ എന്നവർ മഅ്മൂമാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരെ നോക്കി. അതിൻ്റെ സ്വാഭാവികമായൊരു ഇഷ്ടക്കുറവ് അതിൻ്റെ പേരിൽ വന്നിട്ടുണ്ടാകാം, അങ്ങനെയാണല്ലോ, ഒരു ചർച്ച നടന്നു പോയില്ലേ. അപ്പോൾ ഉമർ എന്നവർ മുആദ് എന്നവരെയും നോക്കുന്നു. ഫബഖയാ, രണ്ടുപേരും അങ്ങ് കരഞ്ഞു, മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട്. ഉമർ തങ്ങൾ വല്ലാത്ത ഫിറാസത്തിൻ്റെ ആളാണ്. ഉമർ തങ്ങൾക്ക് മുഖം നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ മലയിൽ നിന്നിങ്ങനെ കീഞ്ഞിറങ്ങി വരുന്നത് കാണും. ഉമർ തങ്ങൾ പറഞ്ഞു, പോയി നോക്കൂ, അത് ഒന്നുകിൽ ഒരു ജ്യോത്സ്യനാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യൽ പണി മുമ്പെടുത്ത ആളാണ്, ആ മലയിൽ എന്തോ ഒളിപ്പിച്ച് വെച്ച് വരികയാണെന്ന് പറഞ്ഞു. ഒരാളിങ്ങോട്ട് ഇറങ്ങി വീണ് വരുന്നതാ കണ്ടത്. അപ്പോഴേക്കും ഉമർ തങ്ങൾ മസ്ജിദിലാണ്, മദീനത്തെ പള്ളിയിലാണ്. സ്വഹാബത്തിനോട് അങ്ങ് പറഞ്ഞു, ആ ഇറങ്ങി വരുന്ന ആൾ ഒന്നുകിൽ ജ്യോത്സ്യനാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യപ്പണി ഉണ്ടായിരുന്ന ആളാണ്. ആ മനുഷ്യൻ മല ഇറങ്ങിയിട്ട് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ മദീനത്താം മലകളും സമയായി അറേഞ്ചിനല്ലേ ഉസ്താദിന് 2 വാക്ക് പറയണ്ടേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉമർ തങ്ങൾ ഇദ്ദേഹം കയറി വന്ന ഉടനെ തന്നെ ചോദിച്ചു, സത്യം പറയണം എന്നോട്, നിങ്ങൾ ജ്യോത്സ്യനായിരുന്നോ, ജ്യോത്സ്യപ്പണി എടുത്തിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ബിഅ്സമാ തുഖാബിലുനി. ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ആദ്യം അതാണോ ചോദിക്കേണ്ടത്? അസ്സലാമു അലൈക്കും എന്നല്ലേ പറയേണ്ടത്? ജ്യോത്സ്യപ്പണി എടുത്ത ആളാണെന്ന് ചോദിക്കും. ഉമർ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താ എന്നോട് ചോദിക്കണത് എന്ന് ചോദിച്ചു. സത്യം പറ, ഉസ്ദുഖ്നി, സത്യം പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അന കാഹിനുൽ അറബ്, അറബികൾക്ക് മൊത്തം ജ്യോത്സ്യപ്പണി എടുത്തിരുന്ന ആളായിരുന്നു പണ്ട് ഞാൻ, ഇപ്പം ഞാൻ ആ പണി ചെയ്യുന്നില്ല. അന സവാദുബ്നു ഖാരിബിൻ, ഞാൻ സവാദുബ്നു ഖാരിബാൻ റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ കാലത്തെ സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോൻ മരിച്ചു, എൻ്റെ മോനെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി മകനെ മലമുകളിൽ മറവ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി വരികയാണ്, ഒരു സാധനം കുഴിച്ചിട്ട് വരികയെന്നാണ് ഉമർ തങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര ഫിറാസത്താണ്. അങ്ങനെ മുആദ് തങ്ങൾ എണീറ്റുന്നു. ഉമർ തങ്ങളെ കാണാൻ രണ്ടുപേരും കരയാൻ തുടങ്ങി, കെട്ടിപ്പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ, ഇബ്നുൽ ഖത്താബ്, എനിക്ക് മാപ്പ് തരണം. എന്തേന്ന് ചോദിച്ചു. നിങ്ങളാ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇന്നലെ രാത്രി എൻ്റെ വസ്ത്രം നിങ്ങൾ പിടിച്ചു വലിക്കുന്നത്, നരകത്തിൽ നിന്ന് എന്നെ പിടിച്ചു വലിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്താനായി പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതല്ലേ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് എന്ന്. കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരഞ്ഞു. വീട്ടിൽ പോയി എല്ലാ ആടുകളും കുതിരയും ഒട്ടകവും ചാട്ടവാറടക്കം കൊണ്ടുപോയി കൊടുത്തു മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, യാ ഖലീഫത റസൂലില്ലാഹ് ദുമ്മഹ ഇലാ ബൈത്തുൽ മാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇത് കൊടുത്തേക്കണം എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മുആദേ, ഞങ്ങൾക്ക് സമാധാനായി, വേണ്ട, നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഉമർ തങ്ങളോട്, അമീറുൽ മുഅ്മിനീൻ, അബൂബക്കർ എന്നവർ എടുക്കണില്ലല്ലോ, അതുകൊണ്ട് ഉമർ എന്നവരെ നിങ്ങൾ എടുക്കണം, എനിക്കിത് വേണ്ട. ഖുദ്ഹാ യാ മുആദ്,
മുആദ് നിങ്ങൾ എടുത്തോളൂ, ഞങ്ങളുടെ മനസ്സിനൊക്കെ സമാധാനമായിട്ടുണ്ട്, നിങ്ങളുടേത് സത്യസന്ധമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു ആലിമിൻ്റെ സമ്പത്തിനെ കുറിച്ച് എന്ന ചർച്ച നടക്കുന്നു. റളിയല്ലാഹു തആല മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻ മഹാനവറുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയാണ്. ഹബീബിൻ്റെ കൂടെ നടന്ന ഒരുപാട് സംഭവങ്ങൾ, ഹബീബിൽ നിന്ന് കേട്ടുപഠിച്ച ഒരുപാട് സംഭവങ്ങൾ. മുആദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആദ് എന്നവരെ നബി തങ്ങൾ ശാസിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മുആദ് എന്നവർ ഇഷാക്ക് നിസ്കാരിക്കാൻ ഇമാമ് നിന്നിട്ട് ഖുബാ പള്ളിയിൽ നിന്നിട്ട് നിസ്കാരത്തിൽ ഇഷാ നിസ്കാരത്തിൽ അൽ ബഖറ ഓതിപ്പോയി. അപ്പോഴാണ് കർഷകനായൊരു അറാബി, കർഷകനായൊരു സ്വഹാബി ബേക്കെന്ന് നിസ്കാരം മുറിച്ചുപോയി. പകലന്തിയോളം അധ്വാനിച്ച് വന്ന ആളാ ഇഷാ നിസ്കാരത്തിന് അൽ ബഖറ ഓതുന്നത്. ഒറ്റക്ക് പോയി നിസ്കരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, മുആദേ കണ്ടോ, നിങ്ങളുടെ ജമാഅത്തിന് കൂടാതെ ഒറ്റക്ക് നിസ്കരിച്ച ആളാണ്. വല്ലാഹി ലാ യുഫാരിഖുനി ഇല്ലാ മുനാഫിഖുൻ, കപടവിശ്വാസി ആയിരിക്കും എൻ്റെ നിസ്കാരം എന്ന് കൈമുറിച്ചു പോയ ആൾ എന്ന് ആര് പറഞ്ഞു? മുആദങ്ങൾ. നേരെ സ്വഹാബി നബിയോട് വന്ന് പരാതി പറയുന്നു. എന്താ വിഷയം? നബിയെ, ഞങ്ങൾ പകലന്തിയോളം കർഷകന്മാരാ, എന്നിട്ട് കുഴങ്ങി ക്ഷീണിച്ചു വന്ന് നിസ്കാരത്ത് നിൽക്കുമ്പോൾ അൽ ബഖറയൊക്കെ ഓതുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നബി തങ്ങൾ വിളിച്ചു മുആദ് എന്നവരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞുപോയി, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നിങ്ങൾ ഫിത്ന ചെയ്യുകയാണോ? ടൗൺ പള്ളികളിൽ ഇമാമ നിൽക്കുന്ന ആളുകൾ, ടൗണിൽ ഖതീബുമാരായ ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇന്ന വറാഅക്കും ഇന്ന മിൻ ഖൽഫിക്കും അൽ മിസ്കീന വൽ ലഈഫ വൽ മരീൽ വൽ മുസാഫിർ, യാത്രക്കാരും പ്രയാസമുള്ളവരും രോഗികളൊക്കെ ബാക്കിലുണ്ടാകും, അവർക്ക് വേണ്ടി നിസ്കാരം നിങ്ങൾ ചുരുക്കി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് തങ്ങളുടെ വിഷയത്തിലാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് എന്ന് കാണാൻ കഴിഞ്ഞ സമയം അവസാനിപ്പിച്ചു. ആ സമയം അവസാനിച്ചു. മുആദ് എന്നവർ റളിയല്ലാഹു അൻഹു 34-ാമത്തെ വയസ്സിൽ ഫലസ്തീനിൻ്റെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് മരണപ്പെടുന്നത്. മുആദ് എന്നവർ അവസാനകാലം ഫലസ്തീനിലേക്കാണ് പോയത്. അങ്ങനെ മുആദ് എന്നവർ ത്വാഉൻ പിടിപെട്ടുകൊണ്ട് മരിക്കുമ്പോൾ സ്വഹാബിമാരൊക്കെ വന്ന് കാണാൻ ചെല്ലുന്നു. മുആദ് എന്നവർക്ക് ദുആ ചെയ്തു കൊടുക്കുന്നു. മുആദ് എന്നവരെ അല്ലാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. മുആദ് എന്നവർ പറഞ്ഞു, ഇന്നല്ലാഹ യുകബ്ബിറു സ്സഗീറ വയുകസ്സിറുൽ ഖലീല അല്ലാഹുമ്മ കസ്സിർനി. കയ്യിലൊരു മുഴയാണ് ഉണ്ടായത്. അള്ളാഹു ഇത് വർദ്ധിപ്പിക്കണേ, കാരണം ചെറുത് വർദ്ധിപ്പിക്കാനും കുറഞ്ഞത് കൂട്ടിത്തരാനും നിനക്ക് കഴിയുമല്ലോ. അല്ലാഹുമ്മ ഇന്നി മലൽതുൽ ഹയാ, പടച്ചവൻ എനിക്ക് ജീവിതം എടുത്തുപോയിട്ടുണ്ട്, എനിക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നു റബ്ബേ, ഫഖുദ്നി ഇലൈക്, എന്നെ നീ കൊണ്ടുപോകണേ. ഇതൊക്കെ പറയാണ് മുആദ് റളിയല്ലാഹു അൻഹു. സുബഹി നിസ്കാരത്തിന് എഴുന്നേറ്റു. സ്വന്തം അടിമപ്പെണ്ണിനോട് സുബഹി ആയോ എന്ന് ചോദിച്ചു. സുബഹി നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ, അല്ലാഹുവേ ഈ ദിവസത്തെ പ്രഭാതം നരകത്തിലേക്കായി പോവരുതേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ രാവിലെ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറയാണ്. മോനെ, ഒരൊറ്റ മകൻ അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാൻ അറിയപ്പെടും. അബ്ദുറഹ്മാൻ മോനെ വിളിച്ചു, മോനെ മോനെ, നിന്നെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചൊന്നും നഷ്ടപ്പെടുകയില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ മനോഹരമായി ലോകത്തോട് ഇവിടെ പറഞ്ഞ മുആദ് എന്നവരുടെ വഫാത്തിൻ്റെ ചരിത്രമുണ്ട്. സമയം വൈകിയതും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പ്രതിഭാധനനായ ഒരു ആലിം, ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ട ചെറുപ്പക്കാരനായ 16 കൊല്ലം ദീനിന് സേവനം ചെയ്ത 34 ലോകത്തോട് വിട പറഞ്ഞ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നമ്മൾ ഓരോരുത്തരുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. ലഅല്ലഹ സഅത ഇജാബ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലിമൻ ഔസാനാ വസ്തവസാനാ ബിദ്ദുആ. ആമീൻ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ